എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെബ് ഹോസ്റ്റിംഗിനെ കുറിച്ചാണ്. അതായത് നിങ്ങളുടെ വെബ്സൈറ്റിന് ഇന്റർനെറ്റിൽ ഒരു വീട് കണ്ടെത്തുന്നതിനെപ്പറ്റി. അപ്പൊ നിങ്ങളുടെ വെബ്സൈറ്റൊക്കെ അടിപൊളിയായി ഉണ്ടാക്കി വെച്ചു. ഇനി എന്താ അല്ലേ? ഇതെങ്ങനെയാണ് ലോകത്തുള്ള എല്ലാവരിലേക്കും എത്തിക്കുക? സത്യം പറഞ്ഞാല് നിങ്ങളുണ്ടാക്കിയ ആ വെബ്സൈറ്റ് അതിപ്പോ നിങ്ങളെ കമ്പ്യൂട്ടറിലെ കുറച്ച് ഫയലുകൾ മാത്രമാണ്. ലോകത്തുള്ള ആർക്കെങ്കിലും ഇത് കാണണമെങ്കിൽ അതിന് ഓൺലൈനിൽ ഒരു വീട് വേണം. അവിടെയാണ് വെബ് ഹോസ്റ്റിംഗിന്റെ റോൾ വരുന്നത്. വളരെ സിമ്പിളായി പറഞ്ഞാൽ എന്താണിത്? നിങ്ങളുടെ വെബ്സൈറ്റിലെ ഫയലുകളല്ലേ, അതെല്ലാം എപ്പോഴും ഓൺ ആയിരിക്കുന്ന ഒരു പവർഫുൾ കമ്പ്യൂട്ടറിൽ, നമ്മളതിനെ സെർവർ എന്ന് പറയും, അവിടെ സൂക്ഷിക്കുന്നതിനാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്റർനെറ്റിൽ ഒരു സ്ഥലം വാടകയ്ക്കെടുക്കുന്നത് പോലെ തന്നെ. ശരി, അപ്പോ ഈ ഇന്റർനെറ്റ് ലോകത്തെ ഏതൊക്കെ തരം വീടുകളുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? പ്രധാനമായും 3 തരം ഹോസ്റ്റിംഗ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട രണ്ടെണ്ണത്തിൽ നിന്ന് തുടങ്ങാം. ഒന്ന്, ഷെയർഡ് ഹോസ്റ്റിംഗ്. അതൊരു വലിയ ബിൽഡിംഗിൽ ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുക്കുന്നത് പോലെയാണ്. പിന്നെ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്, അത് സ്വന്തമായി ഒരു വീട് വാങ്ങുന്നത് പോലെയും. അപ്പോ ആദ്യം ഷെയർഡ് ഹോസ്റ്റിംഗ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവിടെ നമ്മൾ ഷെയർ ചെയ്യുകയാണ്. ഒരു അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് സങ്കല്പിക്കുക. ആ ബിൽഡിംഗ് ആണ് സെർവർ, നിങ്ങളുടെ വെബ്സൈറ്റ് അതിലെ ഒരു ഫ്ലാറ്റും. അവിടെ നിങ്ങൾ വെള്ളം, വൈദ്യുതിയൊക്കെ ഷെയർ ചെയ്യുന്നത് പോലെ ഇവിടെ റാം, CPU പോലുള്ള റിസോഴ്സുകൾ മറ്റ് വെബ്സൈറ്റുകളുമായി പങ്കുവയ്ക്കുന്നു. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ചെലവ് വളരെ കുറവാണ്, ഉപയോഗിക്കാൻ വളരെ എളുപ്പവുമാണ്. ഒരു ചെറിയ ബ്ലോഗോ അല്ലെങ്കിൽ പുതിയതായി തുടങ്ങുന്ന ഒരു വെബ്സൈറ്റോ ആണെങ്കിൽ ഇത് ധാരാളം മതി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അപ്പാർട്ട്മെന്റിൽ താമസിക്കുമ്പോൾ ഉള്ളതുപോലെ തന്നെ നിങ്ങളുടെ അയൽപക്കത്തുള്ള ഫ്ളാറ്റിലെ ഒരു വലിയ പാർട്ടി നടന്നാൽ അതിന്റെ ബഹളം നിങ്ങളെയും ബാധിക്കില്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെയും. ആ സെർവറിലുള്ള വേറൊരു വെബ്സൈറ്റിൽ പെട്ടെന്ന് ഒരുപാട് ആളുകൾ വന്നാൽ അത് നിങ്ങളുടെ വെബ്സൈറ്റിന്റെ വേഗതയെയും ബാധിക്കും. കാരണം റിസോഴ്സസ് എല്ലാം ഷെയർഡ് ആണല്ലോ. ഇനി നമുക്ക് മറ്റേ അറ്റത്തേക്ക് പോകാം. ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്. ഇതൊരു അപ്പാർട്ട്മെന്റ് അല്ല, നിങ്ങളുടെ സ്വന്തം വലിയ വീടാണ്. ഒരു സെർവർ മുഴുവനായിട്ടും നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. അയൽക്കാരില്ല, ഒന്നും പങ്കുവെക്കേണ്ട. എല്ലാ റിസോഴ്സുകളും നിങ്ങളുടേതാണ്. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് പൂർണ്ണ നിയന്ത്രണം കിട്ടും, കിടിലൻ പെർഫോമൻസും വേഗതയും ഉണ്ടാകും. ഒരുപാട് ആളുകൾ വരുന്ന വലിയ വെബ്സൈറ്റുകൾക്കും വലിയ കമ്പനികൾക്കുമൊക്കെയാണ് ഇത് വേണ്ടിവരിക. അപ്പോ ഒരു അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു വലിയ ബംഗ്ലാവ്. പക്ഷേ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഒരു ഓപ്ഷൻ വേണ്ടേ? അതായത് അപ്പാർട്ട്മെന്റ് മതിയാവുന്നില്ല, എന്നാൽ ഒരു വലിയ വീട് വാങ്ങാൻ സമയമായിട്ടുമില്ല. അങ്ങനെയുള്ളവർക്ക് എന്താണ് വഴി? തീർച്ചയായും വഴിയുണ്ട്. അതാണ് വെർച്വൽ പ്രൈവറ്റ് സെർവർ. നമ്മൾ ചുരുക്കി VPS എന്ന് പറയും. ഇതിനെ നമുക്കൊരു ടൗൺ ഹൗസുമായി താരതമ്യം ചെയ്യാം. ഒരു വലിയ സെർവറിനെ തന്നെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പല സ്വകാര്യ സെർവറുകളായി വിഭജിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പ്രൈവറ്റ് സ്പേസ് കിട്ടുന്നു. ഒരു VPSന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ സ്വന്തം പ്രൈവറ്റ് സെർവർ പോലെ തന്നെയാണ് പ്രവർത്തിക്കുക. നിങ്ങൾക്ക് സ്വന്തമായ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കിട്ടും, ഇഷ്ടമുള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ ഒരു ഡെഡിക്കേറ്റഡ് സെർവറിന്റെ നിയന്ത്രണം കിട്ടും, പക്ഷെ അതിന്റെ അത്രയും വലിയ പൈസ മുടക്കേണ്ടി വരില്ല. രണ്ടു കൂട്ടരുടെയും നല്ല വശങ്ങൾ ഒത്തുചേരുന്നു. അപ്പൊ നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. നിങ്ങൾ തുടങ്ങുന്നതേ ഉള്ളൂ, ഒരു ചെറിയ ബ്ലോഗോ സൈറ്റോ ആണെങ്കിൽ ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന അപ്പാർട്ട്മെന്റ് മതി. നിങ്ങളുടെ സൈറ്റ് വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ഓൺലൈൻ സ്റ്റോറോ മറ്റോ ആണെങ്കിൽ VPS എന്ന ടൗൺ ഹൗസ് ഒരു മികച്ച ഓപ്ഷനാണ്. ഇനി വലിയ ട്രാഫിക് ഉള്ള ഒരു വലിയ സ്ഥാപനമാണെങ്കിൽ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന സ്വന്തം വീട് തന്നെ വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ വീട് തിരഞ്ഞെടുത്തു. ഇനി ആളുകൾക്ക് ഈ വീട്ടിലേക്ക് എത്തണ്ടേ? അതിനൊരു അഡ്രസ്സ് വേണ്ടേ? അതാണ് നിങ്ങളുടെ ഡൊമെയിൻ നെയിം. നമ്മൾ കാണുന്ന google.com, wikipedia.org എന്നൊക്കെ പറയുന്നില്ലേ? അതുപോലെ നിങ്ങളുടെ വെബ്സൈറ്റിന് മാത്രമുള്ള ഒരു പേര്. സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ ഓൺലൈൻ വീടിന്റെ സ്ട്രീറ്റ് അഡ്രസ്. നിങ്ങൾ ഒരു ഡൊമെയിൻ നെയിം ബ്രൗസറിൽ ടൈപ്പ് ചെയ്യുമ്പോൾ DNS, അതായത് ഡൊമെയിൻ നെയിം സിസ്റ്റം, ഒരു GPS പോലെ പ്രവർത്തിക്കും. ഓർക്കാൻ എളുപ്പമുള്ള ഈ പേരിനെ നിങ്ങളുടെ വെബ്സൈറ്റ് ഇരിക്കുന്ന സെർവറിന്റെ യഥാർത്ഥ ടെക്നിക്കൽ അഡ്രസ്സുമായി അത് ബന്ധിപ്പിക്കുന്നു. നമുക്ക് ആ നമ്പറൊന്നും ഓർക്കേണ്ട, പേര് മാത്രം ഓർത്താൽ മതി. അപ്പോൾ വീടായി, അഡ്രസ്സും റെഡി. ഇനിയിപ്പോൾ എന്താ? താമസം മാറണം. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള വെബ്സൈറ്റ് ഫയലുകളെല്ലാം ആ സെർവറിലേക്ക് മാറ്റണം. അതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് FTP ക്ലയന്റ്. ഇതിനെ നമ്മുടെ ഒരു ഡിജിറ്റൽ മൂവിംഗ് ട്രക്ക് ആയിട്ട് കാണാം. നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ഫയലുകളെയെല്ലാം പാക്ക് ചെയ്ത് പുതിയ വീട്ടിലേക്ക്, അതായത് വെബ് സെർവറിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ട്രക്കാണ്.
ഇതിന്റെ പ്രോസസ്സ് ശരിക്കും വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ഹോസ്റ്റിംഗ് കമ്പനി തരുന്ന യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് സെർവറിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ വെബ്സൈറ്റ് ഫയലുകൾ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുക. മിക്കവാറും അതൊരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് പോലെ എളുപ്പമായിരിക്കും. ഓക്കെ, നമ്മള് താമസം മാറി. ഇനി വീടൊന്ന് അലങ്കരിക്കണ്ടേ? ഫർണിച്ചറൊക്കെ ഒന്ന് മാറ്റിയിടണ്ടേ? അതിനാണ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം അഥവാ CMS. ഇതിന് നമ്മുടെ വെബ്സൈറ്റിന്റെ ഇന്റീരിയർ ഡിസൈനർ എന്ന് വേണമെങ്കിൽ പറയാം. വേർഡ്പ്രസ് പോലുള്ള ഒരു CMS ഉപയോഗിക്കുന്നതിന്റെ ഗുണം എന്താണെന്നോ? കോഡിംഗ് ഒന്നും അറിയാത്ത ഒരാൾക്ക് പോലും വെബ്സൈറ്റ് മാനേജ് ചെയ്യാൻ പറ്റും. പുതിയൊരു ബ്ലോഗ് പോസ്റ്റ് എഴുതാനും ഒരു ഫോട്ടോ മാറ്റാനും നിങ്ങളുടെ ഓൺലൈൻ സ്റ്റോറിലെ വില മാറ്റാനുമൊക്കെ ഒരു ഇമെയിൽ അയക്കുന്നത്ര എളുപ്പത്തിൽ സാധിക്കും. ടെക്നിക്കൽ അറിവില്ലാത്തവർക്ക് ഇത് ശരിക്കും ഒരു അനുഗ്രഹമാണ്. ശരി, അപ്പം നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഓൺലൈൻ വീട് തിരഞ്ഞെടുക്കാൻ പോകുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. അത് സൗജന്യം എന്ന വാക്കിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ വെബ് ഹോസ്റ്റിംഗ് ഓഫറുകൾ കാണാൻ പറ്റും. പക്ഷേ ഒരു ചൊല്ലുണ്ടല്ലോ, കേൾക്കാൻ നല്ലതാണെങ്കിൽ അതിലെന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകും. അപ്പൊ എന്താണ് ഈ ഫ്രീ ഹോസ്റ്റിംഗിന്റെ പ്രശ്നങ്ങൾ? 1. നിങ്ങൾക്ക് പ്രൊഫഷണലായി തോന്നുന്ന ഒരു ഡൊമെയിൻ നെയിം കിട്ടില്ല. yoursite.freehost.com എന്നൊക്കെ പോലെ ഒരു സബ് ഡൊമെയിൻ ആയിരിക്കും. കസ്റ്റമർ സപ്പോർട്ട് എന്നൊന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. നിങ്ങളുടെ സൈറ്റ് മിക്കവാറും വളരെ സ്ലോ ആയിരിക്കും. ഇതിനെല്ലാം ഉപരി അവർ നിങ്ങളുടെ വെബ്സൈറ്റിൽ അവരുടെ പരസ്യങ്ങൾ കൊണ്ടുപോയി വയ്ക്കും. അത് വേണോ? അപ്പോ ചോദ്യം ഇതാണ്, നിങ്ങളുടെ വെബ്സൈറ്റിന് ഏത് തരം വീടാണ് ഇപ്പോൾ ആവശ്യം? ഒരു ചെറിയ അപ്പാർട്ട്മെന്റോ, വളരാനിടമുള്ള ഒരു ടൗൺ ഹൗസോ, അതോ സ്വന്തമായി ഒരു വലിയ മാൻഷനോ? നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ വെബ്സൈറ്റിൽ വരാൻ സാധ്യതയുള്ള ആളുകളെക്കുറിച്ചും നിങ്ങളുടെ ബഡ്ജറ്റിനെക്കുറിച്ചും ചിന്തിക്കുക. ശരിയായ തീരുമാനമെടുക്കാൻ ഈ വിവരങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു.